ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനല. ഈ മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയ ആ ഒരു മാറ്റം എന്താണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 3 പൈൽസ് ഉണ്ട്. 1, 2, 3. ഓക്കെ, പൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. മെയ് മാസം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും, ആ വലിയ ചേഞ്ച് എന്തായിരിക്കും, ഈ മെയ് മാസം അവസാനിക്കുന്നതോടുകൂടി എന്ത് മാറ്റമാണ് നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ബ്യൂട്ടിഫുൾ. ടെമ്പറൻസ് കാർഡ് നമുക്ക് എപ്പോഴും സൂചിപ്പിക്കുന്നത് നമ്മൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 സാഹചര്യങ്ങൾക്കിടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ്. മെയ് മാസം തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ 2 ജോലികൾ വെച്ച് സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് 2 പേര് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഇതിൽ ആരെ ചൂസ് ചെയ്യാം എന്നുള്ളൊരു ആലോചന നിങ്ങൾക്കുണ്ടാവാം. അതല്ലെങ്കിൽ ക്യാഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് ടൈറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു എനർജിയാണ് മെയ് മാസം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇത് റെസനേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോമൻസിൽ മെൻഷൻ ചെയ്യുക. ഇനി ആ വലിയ വ്യത്യാസം, നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ആ വലിയ ചേഞ്ച് എന്താണെന്ന് നോക്കാം. 8 ഓഫ് വാൻഡ്സ് ആണ്. ഇത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് കൊണ്ടുതരുന്നത്. കാരണം ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. നിങ്ങൾ വളരെ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കമ്മ്യൂണിക്കേഷൻസ് ഈ മാസം നടക്കും എന്നുള്ളതാണ് കാണുന്നത്. ജോലി സംബന്ധമായിട്ടൊക്കെ ചില ലെറ്ററുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിൽ നിന്നുള്ള അറിയിപ്പുകളോ ജോലി ഓഫറുകളോ ഒക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എവിടെയോ മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഈ മെയ് മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഐ എം സോ ഹാപ്പി ഫോർ യു. അതല്ല എങ്കിൽ ഇതിൽ കാർഡിന് യാത്ര എന്നും അർത്ഥമുണ്ട്. ദൂരയാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർ, ജോബ് ആയിട്ട് ബന്ധപ്പെട്ട് ജോലി മാറാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ദൂരത്തേക്ക് മാറാൻ അല്ലെങ്കിൽ അടുത്തേക്ക് വരാൻ ഒക്കെ, വീടിൻ്റെ അടുത്തേക്ക് വരാൻ ഒക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് കാണുന്നത്. മുടങ്ങിക്കിടന്ന കമ്മ്യൂണിക്കേഷനുകൾ ജോബ് പരമായിട്ട് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുമായിട്ട് മുടങ്ങിയിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻസ്, ഇതുവരെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ആളുകളോട്, ആഗ്രഹിച്ചിട്ടും പറ്റാതിരുന്ന ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള വലിയ സന്തോഷ വാർത്തയാണ് ഈ മെയ് മാസം നിങ്ങളെ തേടിയെത്തുന്നത്. മെയ് മാസത്തിൻ്റെ അവസാനത്തോടു കൂടി നിങ്ങൾ ഒരു ടീം വർക്ക് എനർജിയിലേക്കാണ് വരുന്നത്. ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്ഥലത്തേക്ക് മാറാനുള്ളൊരു സാധ്യത വരുന്നുണ്ട്. അവിടെ നിങ്ങൾ ചെന്ന് ആദ്യ സമയത്ത് അവിടെയുള്ള ആളുകളോട് ഒന്ന് മിങ്കിളായി പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ആ ഓഫീസിൻ്റെ അറ്റ്മോസ്ഫിയറുമായിട്ടൊന്ന് ഇണങ്ങി വരുന്നു. പുതിയ ജോലി സ്ഥലത്തെ ആ തുടക്കത്തിലെ സമയത്തുള്ള ഒരു നമുക്ക് പല കാര്യങ്ങളും അറിയാതെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. നിങ്ങൾ അവിടുത്തെ ഒരാളായി മാറുന്നു എന്നൊക്കെ മീനിങ് വരുന്ന ഒരു കാർഡാണ് ഇത്. ചില കമ്മ്യൂണിക്കേഷനുകൾ നിങ്ങൾക്ക് ഒരു പുതിയൊരു കണക്ഷൻ ഉണ്ടാക്കി തരുന്നുണ്ട്. അതായത് ചില ആളുകൾക്ക് ഇതൊരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് വരാനുള്ള ഒരു വഴിയും നമ്മൾ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പുകളിലാണെങ്കിൽ ഇതിൽ കാണാൻ പറ്റുന്നത്, നിങ്ങൾ മാസത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 ആളുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾ നടത്തി തുടങ്ങുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുകയും നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി റിലേഷനിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മോറലായിട്ടുള്ള തീരുമാനം, നന്മയുടെ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് തരാനുള്ളത്. Queen of Wands, 4 of Cups, 9 of Pentacles. മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ എന്തോ കാര്യത്തിൽ വളരെ പാഷനേറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ക്വീൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചില കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളുണ്ട്. നിങ്ങളുടെ പാഷൻ നിങ്ങൾ അത് വിട്ട് കളിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ചില ആക്ഷൻസ് വളരെ കാര്യമായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. ആ സമയത്താണ് നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻ വരുന്നത്. 4 ഓഫ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷനാണ് അത്. ചില പ്രലോഭനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളതിനെ വളരെ സമർത്ഥമായിട്ട് അതിനെ നിങ്ങളുടെ വളരെ ആത്മധൈര്യത്തോടു കൂടി ആ ഒരു പ്രലോഭനത്തെ വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ അതിനെ തിരസ്കരിച്ച് വിടുന്നു എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആത്മധൈര്യമാണ് ഈ മാസത്തെ നിങ്ങളുടെ ഹൈലൈറ്റ്. നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചില ഇമോഷണൽ ആയിട്ടുള്ള കംഫർട്ടുകൾ നിങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ്. എനിക്കത് വേണ്ട, ഞാൻ എൻ്റെ പാഷൻ്റെ പിന്നാലെയാണ് ഈ മാസം പോകാൻ തീരുമാനിക്കുന്നത് എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ഫീലിംഗാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതിനുള്ള റിവാർഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുമുണ്ട്. 9 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇൻഡിപെൻഡൻസിൻ്റെ കാർഡാണിത്. ഈ കാർഡ് എൻ്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഈ മാസത്തിൻ്റെ അവസാനം ഈ നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ പ്രയോജനം ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി നിങ്ങൾക്ക് റീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. 9 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇൻഡിപെൻഡൻസിൻ്റെ കാർഡാണ്, സമൃദ്ധിയുടെ കാർഡാണ്. നിങ്ങളുടെ സ്കിൽ സെറ്റ് വളരെയധികം ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്. ഈ ഡിസ്ട്രാക്ഷനുകളെ മാറ്റി വെച്ച് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ടിന് ഫലം ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൽസ് വർദ്ധിക്കുന്നു. മറ്റുള്ളവർക്ക് കണ്ടാൽ അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ പോലും
വിത്തിൻ യുവർ ഫാമിലി, വിത്തിൻ യുവർ സർക്കിൾ നിങ്ങളൊരു സ്റ്റാറായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓൾ ബിക്കോസ് യു ഡിസൈഡഡ് നോട്ട് ടു ഫോൾ ഫോർ ദിസ് ടെംപ്റ്റേഷൻ. നിങ്ങൾ ഈ ഒരു പ്രലോഭനത്തിന് വീഴണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ റിസൾട്ടായിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ റിവാർഡ് തരുന്നത്. ബ്യൂട്ടിഫുൾ എനർജി. എന്താണ് ഈ സമയത്ത് നിങ്ങളുടെ പാഷൻ എന്നുള്ളത് കമൻസിൽ നിന്ന് മെൻഷൻ ചെയ്യുക. ഈ മാസത്തിൻ്റെ അവസാനം എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു. കാർഡ്സ് നോക്കാം. കിങ് ഓഫ് കപ്സ്, ടു ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് സ്വോർഡ്സ്. മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. അതായത് നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, പേരൻസിൻ്റെ കൂടെ വളരെ സന്തോഷകരമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ മാസം നിങ്ങളിലേക്ക് വരുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ടു ഓഫ് വാൻഡ്സ് ആണ്. അതായത് നിങ്ങൾ പെൻഡിങ് വെച്ചിരുന്ന എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ ഈ മാസം എടുക്കുന്നു എന്നുള്ളതാണ്. ടു ഓഫ് വാൻഡ്സ് ഒരു യാത്രയുടെ കാർഡ് കൂടിയാണ്. നിങ്ങൾക്ക് വിദേശത്തേക്കോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് തിരിച്ചോ പോകാനോ വരാനോ ഉള്ള പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇമോഷണലി നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്റ്റർബിംഗ് ആയിരിക്കാം. കുറച്ച് ഇമോഷനായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ ഈ മാസം അവസാനിക്കുന്നതോടുകൂടി നിങ്ങളിലേക്ക് വരുന്നത് കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് കൃത്യമായ ക്ലാരിറ്റി, എന്ത് ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇത് എവിടെ തുടങ്ങണം, എവിടെ കൊണ്ട് നിർത്തണം എന്ന കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. ആ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. തുടക്കത്തിൽ ഇമോഷണലി നിങ്ങൾ ഒരു കിങ് എനർജിയിലാണ്. ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി നിങ്ങൾ വീണ്ടും ഒരു കിങ് എനർജിയിലേക്ക് വരികയാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ ഇൻ്റലക്ച്വൽ, നിങ്ങളുടെ ബുദ്ധിയാണ് തെളിയുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള പ്ലാനുകളോടുകൂടി ഈ തീരുമാനം എടുത്തതിന് ശേഷം വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളൊരു കാർഡാണ് വരുന്നത്. ഏത് ഏരിയയിലാണ് നിങ്ങളിപ്പോൾ പ്രശ്നം അനുഭവിക്കുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു ഏരിയയിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ക്ലാരിറ്റി ഈ മാസം അവസാനത്തോടുകൂടി നമുക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക് യു.